ഹമാസിനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് പലവിധ ചോദ്യങ്ങൾക്ക് ഇടയാക്കുന്നു. ശക്തിയിലും തന്ത്രത്തിലും കൗശലമുള്ളവർ എന്ന് കരുതുന്ന ഇസ്രായേൽ സൈന്യത്തിന് ചെറിയ പ്രദേശത്ത് മാത്രമുള്ള എണ്ണത്തിൽ വളരെ കുറഞ്ഞ സംഘമായ ഹമാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇസ്രായേൽ ആയുധങ്ങൾ നൽകുന്നതുമായി ബില്ല് പാസാക്കിയ റിപ്പബ്ലിക് അംഗങ്ങൾ മേധാവിത്വമുള്ള US ജനപ്രതിനിധി സഭ ആയുധങ്ങൾ നൽകുന്നതിനായി പ്രസിഡന്റ് ജോ ബൈഡന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന ബില്ലാണ് പാസാക്കിയത്. ആയുധ വിതരണം വൈകിപ്പിക്കുന്ന ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും നടപടിക്കെതിരെ ജനപ്രതിനിധി സഭയിൽ വിമർശനമുയർന്നു. നേരത്തെ ഇസ്രായേലിലുള്ള ആയുധ വിതരണം US വൈകിപ്പിച്ചിരുന്നു. റാഫേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ആയുധങ്ങൾ നൽകില്ലെന്നും US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ സെക്യൂരിറ്റി അസിസ്റ്റൻസ് സപ്പോർട്ട് ആക്ടാണ് ജനപ്രതിനിധി സഭ പാസാക്കിയത്. 224 പേർ ആക്ടിനെ അനുകൂലിച്ചപ്പോൾ 184 പേർ എതിർത്തു. 16 ഡെമോക്രാറ്റുകൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 3 റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഇതിനെ എതിർക്കുകയും ചെയ്തു. അതേസമയം ബില്ല് നിയമമാവാനുള്ള സാധ്യതകൾ വിരളമാണെന്നാണ് റിപ്പോർട്ട്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജനപ്രതിനിധി സഭയിൽ ബില്ല് പാസാക്കിയതെന്നും ശ്രദ്ധേയമാണ്. അതേസമയം ഗാസയിൽ ഇപ്പോഴും ഇസ്രായേൽ കനത്ത ആക്രമണം തുടരുകയാണ്. ഇതുവരെ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 35,000-ഓളം പേർ മരിച്ചിരുന്നു. 79,205 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണങ്ങളിൽ ഗാസ ഏതാണ്ട് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. 24 മണിക്കൂറിനിടെ ഗാസയിൽ 39 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഇപ്പോൾ റാഫേലാണ് തുടരുന്നത്. സുരക്ഷ മുൻനിർത്തി റാഫേലിലെ ഭക്ഷണ വിതരണം നിർത്തിയതായി വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിയിച്ചു. അതിർത്തികൾ ഇസ്രായേൽ പിടിച്ചെടുത്തതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം വീണ്ടും വടക്കൻ ഗാസയിൽ ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നാണ് പുതിയ വിവരം. ഹമാസിനെ പൂർണ്ണമായി തുരത്തിയെന്ന് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട സ്ഥലമാണ് വടക്കൻ ഗാസ. ഇസ്രായേൽ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണിത്. യുദ്ധം ആരംഭിച്ച ഒക്ടോബറിൽ നശീകരണ ബോംബുകൾ ഉപയോഗിച്ച മേഖല കൂടിയാണിത്. ഈ മേഖലയിൽ ഹമാസ് വീണ്ടും സംഘടിക്കുന്നു എന്ന വിവരമാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചെത്താൻ കാരണം. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കില്ല എന്ന പ്രചാരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയം നേടാനാകുമോ എന്ന സംശയമാണെന്ന് US വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറി കർട്ട് കാമ്പൽ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ്. വടക്കൻ ഗാസയിൽ നിന്ന് പലസ്തീനുകാർ പൂർണ്ണമായി ഒഴിഞ്ഞുപോയിട്ടുണ്ട്. ഇവർ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന് തെക്കൻ ഗാസയിലെ റാഫേലാണ് തമ്പടിച്ചിട്ടുള്ളത്. റാഫേൽ ഹമാസ് നേതാക്കളുണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു. ഇവിടെ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രായേൽ. മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പലസ്തീനുകാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു. 2007 മുതൽ ഹമാസ് ഭരിക്കുന്ന പ്രദേശമാണ് 20 ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന ഗാസ. അന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയിരുന്നു. ഇതോടെയാണ് ഇസ്രായേൽ ഗാസയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതും ഗാസ ഒറ്റപ്പെട്ടതും. ഹമാസ് നേതാവ് യഹിയ സിൻവറിനെ പിടികൂടുക, ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നീങ്ങുന്നത്. 7 മാസം പിന്നിട്ടിട്ടും രണ്ടും സാധിച്ചിട്ടില്ല. ഗാസയിൽ എന്താണ് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇസ്രായേൽ ഭരണകൂടത്തിനില്ല. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.